എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നവംബർ പകുതിക്ക് ശേഷമുള്ള ബാങ്കിംഗ് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, പ്രമുഖ പൊതുമേഖലാ ബാങ്കായ SBI വായ്പാ നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു. MCLR അധിഷ്ഠിത വായ്പക്കാണ് ഇപ്പോൾ നിരക്ക് വർദ്ധിപ്പിച്ചത്. 5 ബേസിക് പോയിന്റിന്റെ വർധനവാണ് വരുത്തിയിട്ടുള്ളത്. നവംബർ 15 മുതൽ ഡിസംബർ 15 വരെയുള്ള കാലയളവിൽ എടുക്കുന്ന വായ്പക്കാണ് ഇത് ബാധകമാകുക. 3 മാസം, 6 മാസം, 1 വർഷം, 3 വർഷം എന്നീ കാലയളവിലുള്ള വായ്പകളുടെ പലിശ നിരക്കാണ് വർദ്ധിപ്പിക്കുക. 3 മാസം കാലാവധിയുള്ള വായ്പയുടെ MCLR നിരക്ക് 8.50% നിന്നും 8.55% വർദ്ധിപ്പിച്ചു. 6 മാസം കാലാവധിയുള്ള വായ്പാ നിരക്ക് 8.85 നിന്നും 8.90 വർദ്ധിപ്പിച്ചു. 1 വർഷം കാലാവധിയുള്ള വായ്പാ പലിശ നിരക്ക് 8.95 നിന്നും 9% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2 വർഷം കാലാവധിയുള്ള വായ്പകളുടെ MCLR നിരക്ക് 9.05%, 3 വർഷം കാലാവധിയിലുള്ളത് 9.10% തുടരും. പുതുക്കിയ നിരക്ക് 15 മുതൽ പ്രാബല്യത്തിൽ വന്നു. ബാങ്ക് നൽകുന്ന ഏറ്റവും കുറഞ്ഞ വായ്പാ നിരക്കാണ് MCLR നിരക്ക്. അടുത്ത ബാങ്കിംഗ് അറിയിപ്പ്, പൊതുമേഖലയിലും സ്വകാര്യ മേഖലയുമായി ഒട്ടനവധി ബാങ്കുകൾ പ്രവർത്തിച്ചു വരുന്നു. രാജ്യത്ത് അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന മേഖല കൂടിയാണ് ബാങ്കിംഗ്. വിശ്വാസം അതല്ലേ എല്ലാം എന്ന പഴമൊഴി പോലെ ആളുകൾ തങ്ങളുടെ വർഷങ്ങളുടെ സമ്പാദ്യം ഇത്തരം ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നു. ഇതിൽ ലഭ്യമാകുന്ന പലിശയും ഒരു ഘടകം തന്നെയാണ്. എന്നിരുന്നാൽ തങ്ങളുടെ വീട്ടിലോ കൈവശമോ ഉള്ള സുരക്ഷയേക്കാൾ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലം എന്നുള്ള നിരക്കാണ് പലരും ബാങ്കിൽ എത്തുന്നത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നത്. നിങ്ങളുടെ പണം ബാങ്കിൽ സുരക്ഷിതമാണോ? നിയമപ്രകാരം നിങ്ങളുടെ 5 ലക്ഷം രൂപ വരെയുള്ള സമ്പാദ്യങ്ങൾക്ക് മാത്രമാണ് ഇൻഷുറൻസ് ഉള്ളത്. അപ്പോൾ പിന്നെ എവിടെ നിക്ഷേപിക്കണം എന്നത് ചോദ്യമാണ്. രാജ്യത്തെ 3 ബാങ്കുകൾ അതീവ സുരക്ഷിതമാണ് എന്ന് RBI തന്നെ പറയുന്നത്. എത്ര കഠിനമായ സമയത്തും ഈ ബാങ്കുകൾ തകരില്ല എന്ന ഗ്യാരണ്ടിയാണ് റിസർവ് ബാങ്ക് നൽകുന്നത്. അതായത് ഈ ബാങ്കുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അത്രമേൽ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് സാരം. പൊതുമേഖലാ ബാങ്കുകളായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI, സ്വകാര്യ ബാങ്കുകളായ HDFC ബാങ്ക്, ICICI ബാങ്ക് എന്നിവയാണ് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ ബാങ്കുകൾ. രാജ്യത്തെ ഏറ്റവും നിർണായക സാമ്പത്തിക കളിക്കാരായാണ് RBI ഈ ബാങ്കുകളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ആഭ്യന്തര വ്യവസ്ഥാപിത പ്രാധാന്യമുള്ള ബാങ്കുകളായി DSIBI ഈ ബാങ്കുകളെ RBI ഔദ്യോഗികമായി അംഗീകരിക്കുന്നു. 2024 മാർച്ച് 31 വരെയുള്ള ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഈ 3 ബാങ്കുകളെ RBI തെരഞ്ഞെടുത്തിരിക്കുന്നത്. സംരംഭകർക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മുദ്രാ ലോണിന്റെ വായ്പാ പരിധി കഴിഞ്ഞ ബജറ്റിലാണ് 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമാക്കി ഉയർത്തിയത്. നിലവിലുള്ള വായ്പകളെല്ലാം അടച്ചു തീർത്തവർക്കാണ് മുദ്രാ വായ്പ ലഭിക്കുക. യുവാക്കളിൽ ശാസ്ത്രയുക്തവും സംരംഭത്വവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 2015 പ്രധാനമന്ത്രി മുദ്ര യോജന അഥവാ PMMY പദ്ധതി ആരംഭിച്ചത്. പൊതുമേഖലാ ബാങ്കുകൾ, പ്രാദേശിക റൂറൽ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്നെല്ലാം മുദ്രാ ലോണുകൾ ലഭിക്കുന്നതാണ്. വിവിധ ബാങ്കുകളിൽ പലിശ ഇനത്തിൽ വ്യത്യാസമുണ്ടായേക്കാം. മുദ്രാ ലോണുകൾ 3 തരംതിരിച്ചിട്ടുണ്ട്. ശിശു, കിഷോർ, തരുൺ എന്നീ 3 തരം ലോണുകളാണ് മുദ്രാ പദ്ധതിക്ക് കീഴിലുള്ളത്. ശിശു സ്കീമിൽ 50,000 രൂപ വരെയും, കിഷോർ പദ്ധതിയിൽ 50,000 മുതൽ 5 ലക്ഷം രൂപ വരെയും, തരുൺ പദ്ധതിയിൽ 5 മുതൽ 10 ലക്ഷം രൂപ വരെയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 10 ലക്ഷം രൂപ വരെ ഉള്ളതാണ് 20 ലക്ഷമാക്കി ഉയർത്തിയത്. മറ്റു വിഭാഗങ്ങളിലും സ്വാഭാവികമായിട്ടുള്ള വർധനവുണ്ടായിട്ടുണ്ട്. കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ മുദ്രാ ലോണുകൾ നൽകാറുള്ളൂ. ഓട്ടോറിക്ഷ, ചെറിയ ഗുഡ്സ് വെഹിക്കിൾ, ടാക്സി, കാർ എന്നിവ വാങ്ങുന്നതിന് മുദ്രാ ലോൺ ഉപയോഗിക്കാം. ഇതിനു പുറമെ ബാർ, സെലൂൺ, ജിം, ബ്യൂട്ടി, തയ്യൽ കട, ബൈക്ക് റിപ്പയർ ഷോപ്പ്, DTP, ഫോട്ടോ കോപ്പി കട, മരുന്നുകട, കൊറിയർ സർവീസ്, ഡ്രൈ ക്ലീനിംഗ് എന്നിവയ്ക്കും മുദ്രാ ലോൺ ഉപയോഗിക്കാം. മറ്റു ചെറുകിട സംരംഭങ്ങൾക്കും വായ്പ ലഭിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ്. അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം. മുൻ വായ്പകളിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ആളാകരുത്. വായ്പക്ക് അപേക്ഷിക്കുന്നത് ഒരു കോപ്പറേറ്റീവ് സ്ഥാപനമാകരുത്. അപേക്ഷകന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപേക്ഷകന് 18 വയസ്സ് തികഞ്ഞിരിക്കണം.
ആവശ്യമായ രേഖകൾ ഇനി പറയുന്നവയാണ്. വോട്ടർ ID കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, അതുമല്ലെങ്കിൽ പാൻ കാർഡോ ആധാർ കാർഡോ പാസ്പോർട്ടോ ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, മെഷീനറിയുടെയോ ഉപകരണങ്ങളുടെയോ കൊട്ടേഷൻ, വ്യവസായത്തിന് ആവശ്യമായ രജിസ്ട്രേഷനും ലൈസൻസുകളുടെ കോപ്പിയും, SC, ST, OBC, മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവ തെളിയിക്കുന്നതിനുള്ള കോപ്പി എന്നിവയാണ് രേഖകളായി വേണ്ടത്. മുദ്രാ ലോൺ എങ്ങനെ അപേക്ഷിക്കണം എന്നാണ് ഇനി പറയുന്നത്. ഇതിനുവേണ്ടി മുദ്രാ യോജനയുടെ ഔദ്യോഗികമായ വെബ്സൈറ്റ് സന്ദർശിക്കുക. ലോണിന്റെ ആവശ്യകതയ്ക്ക് അടിസ്ഥാനമാക്കി ലോണിന്റെ വിഭാഗം, അതായത് ശിശു, കിഷോർ അല്ലെങ്കിൽ തരുൺ ഇവ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുക. ശേഷം വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുക. അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിച്ച് ആധാർ കാർഡ്, പാൻ കാർഡ്, സ്ഥിര വിലാസവും ബിസിനസ് വിലാസവും തെളിയിക്കുന്ന തെളിവുകൾ, ആദായനികുതി റിട്ടേൺ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് 2 കോപ്പി ഫോട്ടോ എന്നിവ അറ്റാച്ച് ചെയ്യുക. പൂരിപ്പിച്ച അപേക്ഷ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്കിൽ സമർപ്പിക്കുക. ബാങ്ക് അപേക്ഷ പരിശോധിച്ച് അർഹമാണ് എങ്കിൽ 1 മാസത്തിനുള്ളിൽ വായ്പ അനുവദിക്കും. ഇതിന്റെ മറ്റു സഹായങ്ങൾക്ക് വേണ്ടി തദ്ദേശ സ്ഥാപനത്തിൽ ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാകും. അയാളുമായി ബന്ധപ്പെടാവുന്നതാണ്. കൃത്യമായ തിരിച്ചടവുകൾ ഉണ്ടാവുകയാണ് എങ്കിൽ ലോണിൽ സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കും. അപ്പോൾ പല ആളുകൾക്കും ഈ പദ്ധതിയെക്കുറിച്ച് അറിയില്ല. എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് പണമാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ മുദ്രാ ലോണിന് അപേക്ഷ സമർപ്പിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.